Hi all. Today we are going to see the very basics of chemistry. അപ്പോൾ കെമിസ്ട്രിയിലെ ഫോർമുലസ് എങ്ങനെയാണ്, കോമ്പൗണ്ട്സിന്റെ ഫോർമുലസ് എങ്ങനെയാണ് എഴുതാൻ പോകുന്നതെന്നാണ് നമ്മൾ നോക്കണേ. സോ ഇത് നമ്മൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കെമിസ്ട്രിയിൽ ഏറ്റവും നമ്മൾ ABC എന്ന് പറയുന്ന പോലെ അറിഞ്ഞിരിക്കേണ്ട ഒരു സാധനമാണ്. സോ ഇൻ ദിസ് ടേബിൾ നമ്മൾ 9th സ്റ്റാൻഡേർഡിൽ പഠിക്കുന്ന ടേബിളാണിത്. ഇൻ ദിസ് ടേബിൾ യു ക്യാൻ സീ എ ലോട്ട് ഓഫ് അയോൺസ്. വാട്ട് ഇസ് മെൻ ബൈ ആൻ അയോൺ? അയോൺസ് ആർ ചാർജ്ഡ് പാർട്ടിക്കിൾസ്. ഈ സോഡിയം അയോൺ ഇവിടെ തന്നേക്കണേ Na+, പൊട്ടാഷ്യം അയോൺ K+, hydrogen ion H+, hydride ion H-. ഓക്കെ, എങ്ങനെ കുറെ അയോൺസ് തന്നിട്ടുണ്ട്. ഓഫ് വിച്ച് ഇതെല്ലാം ഈ പറയുന്ന പോലെ സിംഗിൾ ആറ്റംസ് തന്നെയാണ്. അതേസമയം ഇവിടെ വന്നു കഴിഞ്ഞാൽ ദീസ് ആർ പോളി അറ്റോമിക്. കാരണം നൈട്രജനും ഉണ്ട് ഹൈഡ്രജനും ഉണ്ട്, അത് കാരണം പോളി അറ്റോമിക്. ഓക്സിജനും ഉണ്ട് ഹൈഡ്രജനും ഉണ്ട്, അതിന് പോളി അറ്റോമിക് അയോൺസ് എന്ന് പറയും. ഓക്കെ, ഇതെല്ലാം ഈ പറയുന്ന പോലെ സിംഗിൾ ആറ്റം ഉള്ള അയോൺസ് ആണ്. ഈ ടേബിളിലും ഉള്ളത് സിംഗിൾ ആറ്റംസ് ഉള്ള അയോൺ ആണ്. ഈ ടേബിളിലുള്ളത് polyatomic ions ആണ്. So we are going to see how to write a formula. Based with the help of these ions. അപ്പോൾ ഫസ്റ്റ് നമ്മൾ എടുത്തു എന്ന് വെച്ചാൽ ഇപ്പൊ സോഡിയം ഓക്സൈഡ് എന്ന് പറഞ്ഞിട്ട് യു ഹാവ് ടു ഇപ്പൊ സോഡിയം ഓക്സൈഡ്, സോഡിയം കാർബണേറ്റ്, അല്ലെങ്കിൽ അലൂമിനിയം നൈട്രൈറ്റ്, അല്ലെങ്കിൽ ഇപ്പൊ സേ കോപ്പർ ഹൈഡ്രോക്സൈഡ്, അല്ലെങ്കിൽ കാൽഷ്യം ക്ലോറൈഡ്. ഇതൊക്കെ കേൾക്കുമ്പോൾ തന്നെ ഇവരുടെ ഫോർമുലേഴ്സ് മനസ്സിൽ വരണം. അതെങ്ങനെയാ അതങ്ങനെ വരുന്നത്? ഇത്രയും ഫോർമുലേഴ്സ് നമുക്ക് ഹൺഡ്രഡ്സ് ഓഫ് എലമെന്റ്സിന്റെ ഫോർമുല അല്ലെങ്കിൽ കോമ്പൗണ്ട്സിന്റെ ഫോർമുല കാണാണ്ട് പഠിക്കാൻ പറ്റില്ല. സോ വി ഷുഡ് നോ ഹൗ ടു റൈറ്റ് ഇറ്റ് അല്ലെ. സോ അതിന് ഫസ്റ്റ് ചെയ്യേണ്ടത് യു ഹാവ് ടു ബൈ ഹാർട്ട് ദിസ് ടേബിൾ. ദിസ് ഇസ് വെരി 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 ഇമ്പോർട്ടൻറ്റ്. യു ഹാവ് ടു ബൈ ഹാർട്ട് ദിസ് ടേബിൾ. അതെന്നും മെമ്മറൈസ് ചെയ്ത് പ്രാക്ടീസ് ആയി കഴിഞ്ഞാൽ ABCD പഠിക്കുന്ന പോലെ നമുക്ക് ഇത് പഠിക്കാൻ പറ്റും. ആൻഡ് വാലൻസീസ് ആസ് വെൽ, ഈ മോളിൽ കാണുന്നതാണ് വാലൻസീസ് എന്ന് പറയാം. അപ്പൊ അതിന്റെ ഒരു കാര്യം കൂടി പറയാം. Na+ എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ H- എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ അർത്ഥം? ഈ കെമിസ്ട്രിക്കാർക്ക് ഈശ്വര അനുഗ്രഹം കൊണ്ട് 1 എന്തോ ഒരു പ്രശ്നമുണ്ട്. 1 ഉണ്ടെങ്കിൽ എഴുതില്ല. +1 ആണ് ഇതിന്റെ അർത്ഥം, -1 എന്നാണ് ഇതിന്റെ അർത്ഥം. 1 എഴുതില്ല സംഭവം. ഓക്കെ, പ്ലസ് മാത്രം ഉണ്ടെങ്കിൽ അതിന്റെ അർത്ഥം +1 എന്നാണ്, മൈനസ് മാത്രം ഉണ്ടെങ്കിൽ അതിന്റെ അർത്ഥം -1 എന്നാണ്. Now we are going to see how to write the formula. We'll see very simple stuff first. So oxide നോക്കാം. ഇന്ന് സോഡിയം, ഓക്കെ, sodium oxide. All right, oxide. So what does it do? Sodium ion ആദ്യം ടേബിളിൽ എന്താ നോക്കുക. That is going to be Na+. ഓക്സൈഡ് ടേബിളിൽ നോക്കിയത് ഇവിടെയാണ് ഓക്സൈഡ് ഉള്ളത്, O2-. All right. So Na+ എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? Na+1. So Na മുകളില്, so when we write formula നമ്മൾ ഈ പ്ലസ് ആണോ മൈനസ് ആണോ എന്നുള്ളത് നമ്മൾ നോക്കില്ല. ഓൾറെഡി we are just going to write 1 over here. തൊപ്പിയായിട്ട് ഹാറ്റ് ആയിട്ട് എഴുതാൻ പോവാണ്. ഓന്റെ മുകളില് 2- ആണ്. Now this 2 is going to come to സോഡിയത്തിന്റെ സോക്സ് ആയിട്ട് വരും, കാലിൽ വരും. അതേസമയം ഈ 1 എവിടെ വരും? ഈ തൊപ്പി എന്ന് പറയുന്നത് ഓക്സിജന്റെ കാലിൽ വരും. ഓക്കെ, സോ ദേ ആർ ഗോയിങ് ടു ക്രിസ് ക്രോസ്. അപ്പൊ Na-ക്ക് ഇയാളുടെ ഹാറ്റ് കിട്ടും, ഓക്സിജന്റെ ഹാറ്റ് കിട്ടും, Na2. ആൻഡ് ഓക്സിജന്റെ മറ്റേയാളുടെ ഹാറ്റ് കിട്ടും. പക്ഷെ നമ്മൾ കെമിസ്ട്രിക്കാർക്ക് 1 ഇഷ്ടമല്ല, നമ്മൾ 1 എഴുതില്ല. ഓക്കെ, നൗ അഗെയിൻ കമ്മിങ് ടു ദ നെക്സ്റ്റ് വൺ വിച്ച് ഇസ് പൊട്ടാഷ്യം ഓക്സൈഡ് എടുത്തു എന്ന് വിചാരിച്ചോളൂ. പൊട്ടാഷ്യം ഓക്സൈഡ്, ഓക്കെ, പൊട്ടാഷ്യം oxide again. All right, now what is going to happen? പൊട്ടാഷ്യത്തിന്റെ എന്താ തന്നിക്കണേ? ടേബിളിൽ എന്താ തന്നിക്കണേ? പൊട്ടാഷ്യം is K+. All right, K+. K+ means K+1. Oxide means O2- again. All right, now this is going to crisscross. E1 is going to come over here. E2 is going to go to the K ടെ കാല്. So K2O1. Again, we are not going to write the 1 over here. All right, so K2O is the formula. രണ്ടും അടുപ്പിച്ചിട്ട് എഴുതണം കേട്ടോ. And you have to, very important thing is everything is capital in this case because potassium is ഒരു atom ആണ്, oxygen another atom ആണ്. Now coming to, I want to introduce another rule as well over here, which is magnesium oxide എഴുതുമ്പോഴത്തേക്ക് എന്താണ് ട്വിസ്റ്റ് നമുക്ക് നോക്കാം. All right, magnesium oxide. All right, oxide. Now what is going to happen? magnesium എന്താണുള്ളത്? magnesium ടേബിളില് it is Mg2+. All right, Mg2+. Okay, and oxide is O2-. All right, now crisscross ചെയ്യുമ്പോൾ ഈ 2 ഇതിന്റെ താഴെ വരും and this 2 ഇതിന്റെ താഴെ വരും.
All right. Now what is going to happen? Mg2O2 എന്ന് വരും. Okay. Now the twist is that ഈ 2 കട്ട് ആയി പോകും. 2 കട്ട് ആയിട്ട് 1 എന്ന് വരും. നമ്മൾ ഈ കോമൺ ഫാക്ടേഴ്സ് ഒക്കെ കണ്ടുപിടിച്ചിട്ട് കട്ട് ചെയ്യുന്ന പോലെ. And then what happens? Mg1O1. Again, we are chemistry people. We are not going to write 1. And ultimately, what is G മായ്ക്കാൻ പാടില്ല. So MgO എന്ന് അടുപ്പിച്ചിട്ട് തന്നെ എഴുതണം. This is magnesium oxide. Okay, I'm going to introduce aluminum oxide and we'll stop. Aluminium oxide. All right, oxide again. Al3+ and oxide is O2- Now this is going to crisscross. All right, Al2O3 എന്ന് നമുക്ക് ആൻസർ കിട്ടും. Okay. So we have almost done with oxide. Appo ningalku homework aayittu korchu cheyam. You try out magnesium oxide, calcium oxide, zinc oxide, adupole thanne silver oxide. You can try it out.